നിസ്കാരം ഒഴിവാക്കുന്നവന്റെ വിധി എന്താണ്? പണ്ഡിതന്മാർക്കിടയിൽ 3 അഭിപ്രായങ്ങളാണ് പ്രധാനമായും ആ വിഷയത്തിലുള്ളത്. അല്ലെങ്കിൽ ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിലുള്ള ചർച്ച. ഒരു വ്യക്തി നിസ്കാരം നിർബന്ധമല്ല എന്ന് പറഞ്ഞാൽ അവൻ എന്താണ്? കാഫിറാണ്. ഒരാൾ പറയാണ് നിസ്കാരം വാജിബല്ല, ആ വ്യക്തി കാഫിറാണ്, അഭിപ്രായ ഭിന്നതയില്ല. ഇനി ഒരു വ്യക്തി നിസ്കരിക്കുന്നില്ല, അതിന് 2 സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഒന്നുകിൽ പൂർണ്ണമായി നിസ്കരിക്കാത്തവൻ അവൻ കാഫിറാണ് എന്നാണ്, അവനാണ് കാഫിറാവുക എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം, ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുമുല്ലാഹ് തുടങ്ങിയ പണ്ഡിതന്മാർ പറയുന്നത് എന്താ? പൂർണ്ണമായി നിസ്കാരം ഒഴിവാക്കിയാലാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക. ഏതെങ്കിലും ഒരു വക്ത് ഒഴിവാക്കിയാൽ പോവില്ല എന്നാണ് അവരുടെ അഭിപ്രായം. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹയെ പോലെയുള്ളവർ പറയുന്നു, ഒരു വക്ത് നിസ്കാരമാണെങ്കിൽ പോലും മനഃപൂർവ്വം ഒഴിവാക്കിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഒരു വക്ത് നിസ്കാരമാണെങ്കിൽ പോലും മനഃപൂർവ്വം ഒഴിവാക്കിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അന്നിത് പറഞ്ഞതിന്റെ കൂടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇമാം ലാലികാഇ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഉസൂൽ ഇഅ്തിഖാദി അഹ്ലി സുന്ന എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, യക്ഫി താരിഖുസ് സ്വലാത്തി ആറൻ അന്ന അഹ്ലൽ ഇൽമി ഇഖ്തലഫു ഫീഹി ഹൽ ഹുവ മുസ്ലിം ഔ കാഫിർ. ഇവിടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ കാഫിറാണോ മുസ്ലിമാണോ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഇമാം ലാലികാഇ റഹിമഹുല്ലാഹ് പറയാണ്, ആ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. നിസ്കാരം ഒഴിവാക്കുന്നവന്റെ വിഷയത്തിലുള്ള പണ്ഡിതന്മാരുടെ തർക്കം എന്തിലാണ്? മുസ്ലിമാണോ കാഫിറാണോ എന്നാണ്. അതല്ലാതെ അവന് കൂലിയുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിലല്ല. അപ്പോൾ അത്രയും ഗൗരവമുള്ള വിഷയമാണ്. മുസ്ലിമാണോ കാഫിറാണോ, അതായത് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന വിഷയത്തിലാണ് ചർച്ച. അതുകൊണ്ട് അതിന്റെ ഗൗരവം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൂടുതൽ നാം ശ്രദ്ധ കാണിക്കുക.